എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എസ്തെറ്റിക് ലൈഫിലേക്ക് സ്വാഗതം. പതിവ് പോലെ ഞാനും സന്ധി ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് എന്തോ ഒരു മിറാക്കിളാണ്. നമുക്ക് അറിയാം, ചെമ്പരത്തിപ്പൂവിനെ നമ്മൾ എപ്പോഴും കളിയാക്കാറുണ്ട്, ഭ്രാന്തിന്റെ ചിഹ്നമായ ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹെയറിന് വേണ്ടിയിട്ടല്ലേ, ഹെയർ കണ്ടീഷണറാണ്. ഓക്കെ, അപ്പോ ഇതിന് എന്തൊക്കെയാണ് വേണ്ടത്? ചെമ്പരത്തിപ്പൂ വേണം, ഫ്ലാക്സ് സീഡ് വേണം, പിന്നെ നമ്മുടെ ബദാം ഗം. നമ്മൾ ജെല്ലാക്കുന്ന ഒരു സാധനമാണിത്. ഇത് 2-3 എടുത്ത് വെള്ളത്തിൽ ഇടുമ്പോഴത്തേക്ക് അത് തലേ ദിവസം വെള്ളത്തിൽ ഇടുമ്പോൾ പിറ്റേ ദിവസം നല്ല ജെല്ലായിട്ടിരിക്കും. ഇത് കഴിക്കാൻ നമ്മൾ മുമ്പുള്ള എപ്പിസോഡിലൊക്കെ ജ്യൂസൊക്കെ ഉണ്ടാക്കിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാധനം അതാണിത്. ഓക്കെ, അപ്പം ഈ 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ചെമ്പരത്തിപ്പൂവ്, ബദാം ഗം, പിന്നെ നമ്മുടെ ഫ്ലാക്സ് സീഡ്. ഫ്ലാക്സ് സീഡിന്റെ യൂസസ് എല്ലാ വീഡിയോസും, കുറേ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാവും. നല്ല ഹെയറിന് നല്ല സിൽക്കി ആൻഡ് സ്മൂത്തി ലുക്ക് കിട്ടുന്നത് ഈ ഫ്ലാക്സ് സീഡ് വെച്ചിട്ടൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു ഹെയർ കണ്ടീഷണർ ഉണ്ടാക്കുന്നത്? കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളത്തിന്റെ അളവനുസരിച്ചിട്ടാണ് നമ്മൾ ബാക്കി. അപ്പോൾ ഇത് എത്ര? ഒരു ഗ്ലാസ്. ഒരു ഗ്ലാസ് വെള്ളം. ഇതിന്റെ അകത്തോട്ട് ഇതളുകൾ മാത്രം മതി. എത്ര ചെമ്പരത്തിപ്പൂ വേണം, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഇതിപ്പോ ചെറുതാണ്, നമുക്ക് ഒരു 10 വരെ വേണമെങ്കിലും ആവാം. ചെമ്പരത്തി കൂടുതലിട്ടെന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല. ചെമ്പരത്തിപ്പൂവ് നമ്മൾക്ക് വീട്ടിലെ പൊതുവെ താളിയൊക്കെ താളി തേക്കും കിട്ടുന്ന ഒരു ഇതാണ്. എല്ലാവരുടെയും വീട്ടിൽ, മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെങ്കിലും കാണും. അപ്പൊ അതുകൊണ്ട് പോയി ഇത് ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കണ്ടോ, മോഷണം. അതാണ്, അപ്പുറത്തെ വീട്ടിൽ പോയി പൊട്ടിക്കുക, എടുത്തോണ്ട് വരിക, നമുക്ക് യൂസ്ഫുൾ ആയ വേണ്ടി. എന്നിട്ടൊരു 2 ടീസ്പൂൺ മതി. 2 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ്. ജെല്ല് എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഇച്ചിരി വലിയ സംഭവമാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണ എടുക്കാവേ. കാരണം ബാക്കി വേണമെന്നുണ്ടെങ്കിൽ എടുത്തു വെച്ചാൽ നമുക്ക് കഴിക്കാം കേട്ടോ. ഓരോ സ്പൂൺ ദിവസവും കഴിക്കാം. അല്ല, ഓരോ സ്പൂൺ എടുത്തിട്ട് നമുക്ക് ജ്യൂസിലോ അല്ലെങ്കിൽ വെറും വെള്ളത്തിലായിരുന്നാലും ഇട്ട് കുടിച്ചാൽ ഇപ്പൊ ഈ ചൂട് സമയത്ത് നല്ലൊരു സാധനമാണ്. അപ്പൊ ചൂട് കാലത്തുള്ളതിനും പ്രതിവിധിയായല്ലോ. ഇത് നന്നായിട്ട് തിളച്ച് ഫ്ലാക്സ് സീഡിന്റെ ആ ഒരു കുറുകുറുപ്പുണ്ടല്ലോ, നല്ല ഒന്ന് കുറുകി വരണം. ഈ ചെമ്പരത്തിയുടെ ആ ഒരു കളറൊക്കെ അതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് റെഡിയാവും. ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ. നാച്ചുറൽ സാധനമാണ്, അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ഒരു സാധനമാണ്. അല്ലാതെ നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ചീത്തയായി പോകും. എന്തായാലും എത്ര ദിവസം ഇരിക്കുമായിരിക്കും? ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ 1 വീക്ക് സുഖമായിട്ടിരിക്കും. ഇത് പിന്നെ അപ്പോഴെപ്പോഴും നമുക്ക് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് മാത്രമല്ല, നമ്മൾ എപ്പോഴും ഹെയർ കണ്ടീഷണർ എപ്പോഴും മുടിയിൽ ഇടാറില്ല. ഡെയിലി ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ല. ആഴ്ചയിൽ നമുക്ക് എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ ആഴ്ചയിൽ 2 ദിവസമോ അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ ആ ടൈമിൽ ഒരു വെള്ളിയാഴ്ച അല്ലേ ഇത് ചെയ്ത് വെച്ചാൽ ശനി ഞായറും നിങ്ങൾക്ക് കണ്ടീഷണറായിട്ട് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച കോളേജിൽ പോകണമെങ്കിൽ കോളേജിൽ പോവാം, ഓഫീസിൽ പോകണമെങ്കിൽ ഓഫീസിൽ പോവാം. ഓക്കെ, അപ്പൊ നല്ല ഷൈനിങ് ആയിട്ട് നല്ല അടിപൊളി ഹെയർ ഒക്കെ ആയിട്ട് പോവാം. ഇന്നിപ്പോ ഞങ്ങള് പ്രോസസ് ഒന്നും ചെയ്ത് കാണിക്കുന്നില്ല, ഹെയർ ക്ലീൻ ചെയ്ത് അങ്ങനെ കാണിക്കുന്നില്ല. കാരണം നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ മതി. ഇത് ഓൾറെഡി മനസ്സിലാവും. കാരണം ഫ്ലാക്സ് സീഡ് എങ്ങനെയാണ്, ചെമ്പരത്തിപ്പൂവിന്റെ ബെനിഫിറ്റ്സ് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ആ പ്രോസസ്സ് ഹെയറിൽ ചെയ്ത് കാണിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ ചേച്ചി? ചെമ്പരത്തി താളി തേച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം അതിന്റെ കണ്ടീഷണർ എങ്ങനെയാണെന്ന്. നമ്മുടെ നാച്ചുറൽ കണ്ടീഷണർ ആണ് എപ്പോഴും. വഴുവഴുപ്പുള്ള അല്ലേ, നമ്മളെ താളിയൊക്കെ പോലത്തെ തന്നെ ഒരു ചെറിയൊരു കൺസിസ്റ്റൻസിയിൽ ഇത് ചൂടായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എത്ര ചെമ്പരത്തിപ്പൂ ഉണ്ടോ അതിനനുസരിച്ചിട്ട്, കാരണം എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുകയും വേണം. അപ്പൊ ഈ ഒരു കളറിലാണ് കിട്ടേണ്ടത് അല്ലേ? ഈ ഒരു കളർ, ഇതൊരു തിക്നെസ്സും ഉണ്ട്. തിക്നെസ്സിൽ ഓക്കെ, അങ്ങനെ ഒരു തിക്നെസ്സിലാണ് കിട്ടേണ്ടത്. അപ്പൊ ഈ ജെൽ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി ഇതിനെ നമ്മൾ മിക്സിയിലിട്ട് ഇത് നമ്മൾ ആറാൻ വേണ്ടി വെക്കണം. ആറിയതിന് ശേഷം വേണം ഇനി ഇതിനെ മിക്സിയിലിട്ട് അടിക്കാനുണ്ട്. പക്ഷേ ഇത് അരിച്ചെടുത്തിട്ട് ഇതിന്റെ വെള്ളം മാത്രമേ എടുക്കത്തുള്ളൂ. അരിച്ചെടുത്തിട്ട് ഇതിനെ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതിന്റെ കൂടെ മിക്സ് ചെയ്യും. നമുക്ക് ജെല്ലിനെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അതിന്
ഒരു 3 സ്പൂൺ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതിനൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. അതുമല്ല നല്ല കൂളായിരിക്കും, തല നല്ല കൂളായിട്ട് ഇരിക്കും. ഓക്കെ, ഇതെങ്ങനെയാണ് അത് ഞാൻ ചോദിച്ചില്ല. ഈ ഷാംപൂ വാഷ് കഴിഞ്ഞിട്ടാണോ നമ്മൾ ഈ കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടത്? ഓക്കെ, നമ്മുടെ ഷാംപൂ എന്ന് പറയുമ്പോൾ മൈൽഡ് ഷാംപൂ. പിന്നെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടിപ്പും കൂടെ പറഞ്ഞു തരാം. ഇതിന്റെ അകത്ത് സോപ്പ് കായ നമ്മൾ ഈ തിളപ്പിക്കാൻ നേരത്തെ തലേ ദിവസം വെള്ളത്തിനകത്ത് ഇട്ട് വെച്ച സോപ്പ് കായ എല്ലാവർക്കും അറിയായിരിക്കും. സോപ്പ് ഉണ്ടാക്കുന്ന സംഭവം നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സോപ്പ് കായാണ്. അതെടുത്ത് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് തലേ ദിവസം വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് മിക്സിയിൽ അടിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ തിളപ്പിച്ചെടുത്തിട്ട് ഇച്ചിരി പതയായിട്ട് വരും. ഞാൻ സാധാരണ മിക്സിയിൽ അടിച്ചിട്ട് ഇതിന്റെ കൂടെ അങ്ങ് തിളപ്പിക്കാറാ പതിവ്. ശരി, അതും ഇപ്പൊ പറഞ്ഞ സംഭവങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഷാംപൂ ആയി. ഇതിന്റെ തന്നെ ഷാംപൂ ആയി. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ തന്നെ ഷാംപൂവും ചെയ്യാം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ കണ്ടീഷണറും ചെയ്യാം. അതെ, സിമ്പിൾ. അല്ലെങ്കിൽ നമ്മൾ ഒരു മൈൽഡ് ഷാംപൂ ചെയ്തിട്ട് കണ്ടീഷണർ ഇത് വെച്ചിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ ഗുണം എന്താന്ന് പറഞ്ഞാൽ നല്ല കണ്ടീഷനിങ്, നമുക്കറിയാം ഫ്രിസി ആയിട്ടുള്ള ഹെയറിനെ നല്ല കണ്ടീഷനിങ് ആയിട്ട് വയ്ക്കാനും ഇത് നമുക്ക് നാച്ചുറൽ പ്രോഡക്റ്റ് ആയിട്ട് നല്ല കൂളായിട്ട് ഇരിക്കാനും. പിന്നെ കണ്ടീഷണർ സ്കാൽപ്പിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ്, പക്ഷെ ഈ സാധനം നമുക്ക് സ്കാൽപ്പിൽ യൂസ് ചെയ്യാം. അതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞാൽ കണ്ടീഷണർ നമ്മൾ സാധാരണ സ്കാൽപ്പിൽ യൂസ് ചെയ്യാറില്ല. ഇത് സ്കാൽപ്പിൽ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് വിട്ടേക്കുക. 20 മിനിറ്റ് വച്ചേക്കണം. എന്നാലും ഇതിന്റെ ബെനിഫിറ്റ് എല്ലാം നമ്മുടെ തലയിലും നമ്മുടെ മുടിയിലും ഒക്കെ ഒരു മാസ്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് അടിച്ചെടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ജെൽ അരയ്ക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ആ ജെല്ല് ഫുൾ നമ്മൾ, എനിക്ക് ഇത് കണ്ടിട്ട് ഈ കരിക്കില്ലേ, കരിക്ക്, ആ ഒരു ഇത് തോന്നുന്നുണ്ട്. കരിക്ക് ഷേക്ക് അടിക്കാൻ നേരത്തെ ഇത് യൂസ് ചെയ്യും അല്ലേ, കുടിക്കാൻ കരിക്ക് ഷേക്കിന്റെ കൂടെ യൂസ് ചെയ്യും. ഇനി ഇത് അരിച്ചൊഴിക്കും. ഇത് അതിന്റെ കൂടെ ഇത് നല്ല കട്ടിയാവുന്നുണ്ട് അല്ലേ, വീണ്ടും വീണ്ടും കട്ടിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല കട്ടിയാവുന്നുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ. ഈ ജെല്ലും ഇതും കൂടെ റെഡിയാക്കാൻ ഒന്നും കൂടി ഇതിനകത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അടിക്കും. ഒന്നും കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് നമുക്കതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ട് കാണാം. അപ്പോൾ ഫൈനലി നമ്മുടെ ഹെയർ കണ്ടീഷണർ ഇവിടെ റെഡിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും അതിൻ്റെ ഒരു കളറും എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു കൺസിസ്റ്റൻസിയിലും കളറിലുമാണ് നമ്മുടെ ഹെയർ കണ്ടീഷണർ കിട്ടുന്നത്. ഇത് നമ്മുടെ ഹെയർ വാഷൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഷാമ്പൂ വാഷും ചെയ്തതിന് ശേഷം യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഹെയർ കണ്ടീഷണർ ഇവിടെ റെഡിയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. നമ്മുടെ ആ ഒരു ചെമ്പരത്തിയുടെ നിറമാണ് ഈ ഒരു ബേബി പിങ്ക് കളറിൽ കിടക്കുന്നത് അല്ലേ? അതെ, ചെമ്പരത്തിയും ഫ്ലാക്സ് സീഡും പിന്നെ എന്തായിരുന്നു ബദാം ജെല്ലും ഇത്രയും കൂടെ ആയപ്പോൾ തന്നെ ആ ഒരു കണ്ടോ കൺസിസ്റ്റൻസി കണ്ടോ? ഇത്രയും നാച്ചുറലായിട്ട് കിട്ടുന്ന വേറൊരു കണ്ടീഷണർ ഇല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഇപ്പോൾ ഒരു ജെൽ പരുവത്തിലാണ് ഇരിക്കുന്നത്. ഉലുവ, നമുക്ക് ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉലുവയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അത് തിളപ്പിക്കാൻ നേരത്തെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ഇതിലൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് 2 ദിവസം യൂസ് ചെയ്യാം, സ്കാൽപ്പിലും യൂസ് ചെയ്യാം. ഇതെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇതുപോലെ നാച്ചുറൽ പ്രോഡക്ട്സ് ഇനിയും നമ്മൾ കൊണ്ടുവരും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. എസ്തെറ്റിക് ലൈഫ്.